ഹലോ ഗൈസ്, പൂവത്തിങ്കൽ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്പെഷ്യൽ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ഞങ്ങളെല്ലാം ഉണ്ടാക്കണ അമ്മയാണ്. അപ്പം നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ജീരകശാല റൈസാണ് കേട്ടോ. ഇത് ബിരിയാണി കിറ്റ് വാങ്ങിയപ്പോൾ അതിലിങ്ങനെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്കിത് ആവശ്യത്തിന് നമുക്ക് എടുക്കാം. ഈ ക്ലാസ്സിൽ 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം കഴിക്കാനുള്ളത് ഉണ്ടായിരിക്കും. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക്. അപ്പോൾ 3 ഗ്ലാസ് അരിയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കിറ്റിൽ ഈ 3 ഗ്ലാസ്, ഇത്ര വലിയ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് എടുത്തതിന് ശേഷം കുറച്ച് അരിയും കൂടി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ എടുത്തില്ല. ഈ 3 ഗ്ലാസ് തന്നെ ഞങ്ങൾക്ക് അധികമായിരിക്കും, ബാക്കി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് എടുത്തില്ല. ഒരു ഗ്ലാസും കൂടി അരി ബാക്കി ഉണ്ടായിരുന്നു. ഇനി ഈ അരി നമുക്ക് നന്നായിട്ട് കഴുകി വെള്ളം വാർത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ അരിയൊക്കെ നന്നായി കഴുകി വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നെയ്യാണ് ഉപയോഗിക്കാറ്. ഡാൽഡയും ഒന്നും ഉപയോഗിക്കാറില്ല, നെയ്യ് മാത്രമാണ് ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ ആ പാക്കറ്റ് നെയ്യ് കിറ്റിലുണ്ടായിരുന്നതാണ്. പിന്നെ നെയ്യിലേക്ക് നമ്മൾ ആദ്യമായിട്ട് മുന്തിരി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അണ്ടിപ്പരിപ്പും വറുത്ത് കോരി വയ്ക്കാം. സബോള ഞാനിപ്പോൾ വറക്കണില്ല കേട്ടോ, അത് ലാസ്റ്റ് സെറ്റ് ചെയ്യാറാകുമ്പോൾ വറക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇതിലേക്ക് നമ്മുടെ മസാലക്കൂട്ടുണ്ടല്ലോ, കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പിന്നെ ആ ഇല എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അതിട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ക്യാരറ്റ്, പിന്നെ ഗ്രീൻ പീസും ഒരു അരമുറി സബോള അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്യണ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ബിരിയാണിക്ക് ഉണ്ടാവുക. അത് നന്നായി വാട്ടിയെടുക്കാം. വാടി വരുമ്പോൾ ഒരു തരി മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്തിനാ വെച്ചെങ്കിൽ ബിരിയാണിക്ക് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് നിങ്ങൾക്ക് പകരം കളർ ചേർക്കണേ കളർ ചേർക്കാമായിരുന്നു. കിറ്റിൽ കളർ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കളർ ചേർത്തില്ല. പകരം ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ്. പക്ഷെ ഞാൻ 4.25 ഗ്ലാസ് വെള്ളമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ ഇടുമ്പോൾ വെള്ളത്തിനേക്കാൾ ഒരു പൊടിക്ക് കൂടുതൽ ഉപ്പ് നിൽക്കണം കേട്ടോ. അതായത് വെള്ളം തിളച്ച് നമ്മൾ നോക്കുമ്പോൾ ഉപ്പ് ഒരു പൊടിക്ക് കൂടുതൽ എന്നാലാണ് റൈസിൽ പിടിക്കുള്ളൂ. ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി അത് തിളച്ച് വരട്ടെ. ഇപ്പം തന്നെ ഒരു പ്രത്യേക സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒഴിക്കാനുള്ളത് ഒരു നാരങ്ങയുടെ പകുതി നീരെടുത്തത് കേട്ടോ, അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് വെളിച്ചെണ്ണ. ഇത് എന്തിനാണ് ഒഴിക്കുന്നത് വെച്ചെങ്കിൽ നമ്മുടെ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്, കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കാം. ഇതെന്തായാലും എല്ലാവരും ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത് നമുക്ക് റൈസ് ഒട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ. ഇത് നമ്മുടെ ആ കിറ്റിലുണ്ടായിരുന്ന പൈനാപ്പിൾ എസൻസാണ്. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നു തുടങ്ങി. ഇപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ബിരിയാണിയുടെ. അപ്പോൾ മോനാണ് വീഡിയോ എടുക്കുന്നത്. അവൻ പറയുന്നുണ്ട്, അമ്മ സ്മെല്ലടിച്ചിട്ട് നിൽക്കാൻ വയ്യാന്ന്. അങ്ങനത്തെ നല്ല അടിപൊളി സ്മെല്ലാണ്, ബിരിയാണിയുടെ മണമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കഴുകി വെച്ച ജീരകശാല അരി ഇട്ട് കൊടുക്കുക. ഈ അരിക്ക് തന്നെ ഒരു ബിരിയാണിയുടെ മണവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ ഒട്ടി പിടിക്കില്ല, വേവ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ നല്ല ഒരു പ്രത്യേക മണമാണ് ബിരിയാണിക്ക് ഉണ്ടാവും. ബിരിയാണിയുടെ നല്ല സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വാങ്ങുകയാണെങ്കിൽ ജീരകശാല അരി മേടിക്കുക, നല്ല അരിയാണ് കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക്. അരിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം.
ഇളക്കി കൊടുത്തിട്ട് ഗ്യാസ് നമുക്കൊരു സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. തീ കൂട്ടി വയ്ക്കരുത്. എപ്പോഴും സിമ്മിലിട്ടതിന് ശേഷം മാത്രമേ വേവിച്ചെടുക്കാൻ പാടുള്ളൂ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടി പിടിച്ച് പോവും. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇട്ട് കഴിഞ്ഞു. തീ കുറച്ച് വെച്ചു. ഇനി നന്നായി ഒന്ന് ഇളക്കിയിട്ട് നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരി നന്നായി തിള വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തീ കുറച്ച് വെക്കേണ്ടത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. ഈ ചൂടായ കാരണമാണ് ഇപ്പോൾ ഒന്ന് ഒട്ടി പിടിച്ച പോലെ നിങ്ങൾക്ക് തോന്നണത് കേട്ടോ. പക്ഷെ ഇത് ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. അതാ എടുത്ത ഉടനെ തന്നെ തോന്നണതാണ്. ഇനിയിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് നേരം കൂടി അടച്ചു വയ്ക്കാം. അതായത് ഇതിൻ്റെ മുകൾ ഭാഗം ചിലപ്പോൾ വേവാത്തതുണ്ടാവും. അപ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു പാത്രം എടുക്കുക. അതിൻ്റെ അടിയിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച കുറച്ച് സബോള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ നേരം കൊണ്ട് ഞാൻ സബോള വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ്യിൽ തന്നെയാണ് സബോള വറുത്തെടുത്തതും. അപ്പോൾ സബോള ഇട്ട് കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില. ഇനി അടുത്തത് ഇടാൻ പോണത് ഞാൻ പൈനാപ്പിളാണ് കേട്ടോ. അത് പൈനാപ്പിൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൈകൊണ്ട് നന്നായി ഉടച്ചു കൊടുക്കുക. എന്നിട്ട് ആ പൈനാപ്പിളിൻ്റെ അതും പിന്നെ അതിൽ ആ ചാറ് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിക്ക്. കഴിക്കാനായിട്ടും ഭയങ്കര സ്മെല്ലും ഉണ്ടാവും. നമ്മളപ്പോൾ പൈനാപ്പിൾ എസൻസ് ഒഴിക്കുമ്പോൾ കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഈ പൈനാപ്പിൾ ഡയറക്റ്റായിട്ട് ഇടുക കാരണം രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് ഭയങ്കര വ്യത്യാസം വരും. അപ്പോൾ പൈനാപ്പിൾ എസൻസ് കുറച്ച് വെച്ചിട്ട് നമ്മൾ പൈനാപ്പിൾ ഇങ്ങനെ ചെയ്തിടുന്നത് നല്ല ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് നമ്മൾ റൈസ് കുറച്ചിട്ട് കൊടുക്കാം. ഇനി അതേപോലെ ലെയറായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് നെയ്യ് ഒഴിക്കുക. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ സവോള വാട്ടിയതും പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില, ഇതേപോലെ പൈനാപ്പിളും ഒക്കെ ഇട്ടിട്ട് പിന്നെയും അതിൻ്റെ മുകളിൽ കൂടെ റൈസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു ലെയറായിട്ട് നമുക്കെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പാത്രം അടച്ച് കുറച്ച് നേരം എനക്കാതെ വെക്കണം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നമുക്ക് സെറ്റായി കിട്ടും. ഒരു അരമണിക്കൂറെങ്കിലും ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അടച്ച് വെക്കണം കേട്ടോ. തുറക്കാനേ പാടില്ല. അപ്പോൾ അതിരുന്നിട്ട് നല്ല സെറ്റായി നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ ബിരിയാണി. ആ ചാറൊക്കെ ഒഴിച്ച് കൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റുള്ള ചോറും കൂടി ഞാൻ അതിൽ സെറ്റ് ചെയ്യണം കേട്ടോ. ആ പാത്രം എടുത്തത് ഇത്തിരി ചെറുതായി പോയി. ചോറ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അമർത്തി വെക്കുന്നത്. ഇവിടെ രണ്ടാൾക്കും ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരാൻ പറയും. ഇപ്പോൾ ഈ വെക്കേഷനും കൂടി ആയപ്പോൾ അവർക്ക് വേറെ ഒരു പണിയില്ല. ഇങ്ങനെ ഇടയ്ക്ക് ഓരോന്നൊക്കെ ഉണ്ടാക്കി തരും പറഞ്ഞിട്ട് വരും. അപ്പോൾ 2-3 ദിവസമായി ബിരിയാണി ഉണ്ടാക്കാൻ പറയണു. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ എല്ലാം സെറ്റാക്കി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റുള്ള ആ സബോള എല്ലാം കൂടി അതിലിട്ടാണ് മല്ലിയിലയും പൈനാപ്പിളും ഒക്കെ അതിലിട്ടിട്ട് അവസാനം കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് അടച്ചു വെച്ചു. ഇനി കുറച്ച് നേരത്തേക്ക് തുറക്കാനേ ഉള്ളൂ. ഇപ്പോൾ ഇതാ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത് പാത്രം ചെറുതായ കാരണം ഇത്തിരി വലിയ പാത്രത്തിലിട്ടിട്ട് നന്നായി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ നന്നായി സെറ്റ് ചെയ്തു. അപ്പോൾ ഇതാ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. നല്ല വിട്ട് അരി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ഉണ്ടായിരുന്നു ബിരിയാണി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ ഒപ്പം തന്നെ കഴിക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണണം. അതും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം.